എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന മേയർ, അതേപോലെ തന്നെ ഈ വാർഡിലെ മെമ്പർ അടക്കം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഓരോ ഡിപ്പോയിലെയും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം അവർക്കുണ്ട്. മേജറായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് KSRTC ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും TMC MLA നേതൃത്വത്തിൽ ഇവിടെ കൂടുകയും പലതവണ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇവിടെ വരുമ്പോൾ ഇത് KSRTCയുടെ ബിൽഡിംഗ് അല്ല, KTDFCയുടെ ബിൽഡിംഗാണ്. അപ്പോൾ KTDFC എന്ന് പറയുന്നത് വേറെ തന്നെയുള്ളൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ഇപ്പോൾ ആ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന രീതിയിലുള്ള ലൈസൻസ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരാണ് ഇത് ഓൺ ചെയ്യുന്നത്, ഈ കെട്ടിടം ഓൺ ചെയ്യുന്നത്. KSRTC അല്ല ഈ കെട്ടിടം ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഗവൺമെൻറ് സെക്രട്ടറിയാണ് അതിൻ്റെയും CMD ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് കോടതിയിലൊക്കെ ഇരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് ഞാനൊരു വലിയ വിശദമായൊരു ഉത്തരത്തിന് ഇപ്പോൾ ഞാൻ തയ്യാറല്ല. കാരണം അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ് ജുഡീസ് ആവരുത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പരിശോധിക്കണം. അത് പരിശോധിച്ച് വിദഗ്ധന്മാരുടെയും കൂടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഗവൺമെൻറ് ഒരു ഡിസിഷൻ പറയുമ്പോൾ നമുക്കങ്ങനെ ഒപ്പീനിയൻ പറയാൻ പറ്റില്ലല്ലോ, ഡിസിഷനല്ലേ പറയാൻ പറ്റും. ഒപ്പീനിയൻസ് ഉണ്ട്. രണ്ടല്ലേ സമരത്തിൽ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഭരണത്തിൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നല്ലേ നമ്മൾ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട്. അത് വളരെ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തീരുന്ന മുറയ്ക്കേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫയലുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. ആ ഫയലുകൾ നോക്കിയിട്ടുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ നിങ്ങളെ അറിയിക്കും. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലാണ് ഞാൻ പറഞ്ഞു. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലാണ് നമ്മളുള്ളത്. ആ പ്രോസസ്സിനിടയിൽ ഞാനിവിടെ സന്ദർശിച്ചതും ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ പോയി കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയാണോ തീരുമാനം എടുക്കണമെന്ന് ചോദിക്കരുതല്ലോ. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ആ തീരുമാനമെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് ഈ സന്ദർശനം. അപ്പോൾ ഈ സന്ദർശനത്തിൽ എല്ലാ കാര്യവും പറയാൻ പറ്റില്ല. അതിനുശേഷം എക്സ്പെർട്ടുകളായിട്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് KTDFCയും അവരും തമ്മിലുള്ള കേസ് നടക്കുകയാണ്. നമ്മുടെ വക്കീൽ വളരെ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ വരും, കോടതിയിൽ നിന്നും വരും. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കും. അല്ല, അത് എന്താണോ തീരുമാനം, ആ തീരുമാനത്തിനിടയിൽ ഞാനൊരു ഒപ്പീനിയൻ പറയുന്നത് ശരിയാണ്. വ്യക്തമായി, അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ നിങ്ങളെ അറിയിക്കും. ആ ഡിസിഷൻ എടുത്തിട്ടില്ല, പക്ഷേ അത് സജീവമായ ചർച്ചയിലിരിക്കുകയാണ്. കോടതിയിൽ കേസുള്ളത് കൊണ്ടാണ് ഞാൻ അല്പം അവ്യക്തത തോന്നുന്ന തരത്തിലുള്ള മറുപടി പറയുന്നു. ഈ വിദഗ്ധ സമിതി പറഞ്ഞോട്ടെ, ആ വിദഗ്ധ സമിതിയുടെ അന്വേഷണം വരുന്ന മുറയ്ക്കേ അത് പറയുള്ളൂ. ഇപ്പം ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അങ്ങനെ പറയും. ഞാനിപ്പോൾ ഇന്ന് കാലത്ത് തന്നെ KSRTC MD ആയിട്ട് സംസാരിച്ചു. നമ്മുടെ ഓഫീസർമാരവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ, അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം FIR ആയി കാണും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും അവരുടെ ഗവൺമെൻറ്റുമായി സംസാരിക്കും. എന്തായാലും ഇങ്ങനെ മുട്ട എറിഞ്ഞു എന്നുള്ളത് ഈ ബസ്സിന് നേരെയല്ല, മറ്റൊരു ബസ്സിന് നേരെ ആണെങ്കിലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അത് ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ FIR ഇട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. അല്ല, ചർച്ചയല്ല, അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ മരണത്തിന് സമയത്ത് വന്നല്ലോ. ആ സമയത്ത് പറഞ്ഞു 16 മണിക്കൂറിലോളം അദ്ദേഹത്തിന് റെസ്റ്റ് ഉണ്ടായിരുന്നു. മരിച്ച മിഥിലേഷ് എന്ന ചെറുപ്പക്കാരൻ
അത് ഞാൻ അന്ന് വളരെ ക്ലിയർ ചെയ്തു. അല്ല, അത് നമ്മൾ പരിശോധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡ്യൂറേഷനിൽ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ ഡ്യൂറേഷനിൽ ഡ്രൈവർമാരെ കൊണ്ട് വണ്ടി എടുപ്പിക്കാവൂ എന്നും കൂടെ പുതിയ നിർദ്ദേശമായിട്ടും പഴയ നിർദ്ദേശം തന്നെയാണ്. വീണ്ടും അത് കർശനമാക്കും. ഡ്രൈവർ കം കണ്ടക്ടർ എല്ലായിടത്തും പറ്റില്ല. ഉദാഹരണത്തിന് ആ വണ്ടിയിൽ 53 വയസ്സുള്ളൊരു കണ്ടക്ടറാണ്, അവർ ഡ്രൈവറല്ല. അപ്പം എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് അറിയില്ല. അപ്പം അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ എടുക്കുമ്പോഴേ അത് സാധിക്കും. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. ഇപ്പം നമ്മൾ ചെയ്ത കാര്യം, ഇപ്പം നെല്ലിയാമ്പതിയിൽ ഒരാൾ മരിച്ചു, നെല്ലിയാമ്പതിയിൽ ഒരു വനിത മരിച്ചു. അപ്പോൾ ഇന്ന് നെല്ലിയാമ്പതിക്ക് ഒരു വണ്ടി കൂടെ ഇട്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ MP ഇന്നിപ്പോൾ ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത്തരത്തിൽ സ്ഥലങ്ങളിൽ ഡീകൺജസ്റ്റ് ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കൂടിയും കൂടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ക്യൂ പാലിക്കുക. ഇപ്പോൾ ജീവനക്കാർ പറയുന്നൊരു നിർദ്ദേശമാണ് ക്യൂ ആയിട്ട് നിൽക്കുക. ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് ഓക്കെ. മാതൃകാപരമായിട്ട് നമ്മുടെ നിങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള സിറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 40 ലക്ഷം രൂപയുടെ ചെക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കഴിയുന്നത്ര എല്ലാ സഹകരണ സംഘങ്ങളും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും അതിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, CN വിജേഷ്, അവർക്കെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ മാതൃക ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഒരു വാർത്ത നിങ്ങൾക്ക് തരാനുള്ളത്, MLA-മാർക്ക്, MP-മാർക്ക് നമുക്ക് പറയാനുള്ള പവറില്ല. MLA-മാർക്ക് അവരുടെ MLA ഫണ്ടിൽ നിന്ന് KSRTCക്ക് വണ്ടി വാങ്ങിച്ചു തരാനുള്ള ഉത്തരവ് ഇന്നലെ RTC എന്ന കോർപ്പറേഷൻ ഔദ്യോഗികമായി പരാതി കൊടുത്തു. അവിടെ അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അവിടെ പോലീസ് സ്റ്റേഷനിലല്ലേ കൊടുക്കണ്ടേ, ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു KSRTC. അപ്പോൾ അതിനി അതിൻ്റെ FIR എടുത്ത് എൻക്വയറിയൊക്കെ പോലീസ് അല്ലേ ചെയ്യണം. അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.